പാർലമെന്റിലെ ചർച്ചയിൽ രൂക്ഷമായിട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് ഉണ്ടായത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ഏറ്റുമുട്ടി കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയും കടന്നാക്രമിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പ്രസംഗം തുടങ്ങിയതും അവസാനിപ്പിച്ചതും. കൺകെട്ട് വിദ്യക്കാരൻ എന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ വിശേഷിപ്പിച്ചു. ഇരുട്ടിൽ സത്യം തിരയാൻ കണ്ണുകൾ വേണം. അങ്ങനെ ജാതി സെൻസസ് അടക്കം പിന്നാക്ക വിഭാഗങ്ങളെ അടിച്ചമർത്താനുള്ള ബില്ലാണിത്. വനിതാ സംവരണ ബില്ലല്ല ഇത്. സംസ്ഥാനങ്ങളുടെ അടക്കം അധികാരങ്ങളെ കവർന്നെടുക്കാനുള്ള ബില്ലാണ് എന്നടക്കം രൂക്ഷമായ ഭാഷയിലാണ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അതേസമയം രാഹുലിൻ്റെ പ്രതികരണം അത് അസഭ്യമാണ്, അൺപാർലമെന്ററി ആണ് എന്നാണ് കിരൺ റിജ്ജു അടക്കം രാജ്നാഥ് സിംഗ് അടക്കം കേന്ദ്ര മന്ത്രിമാർ വിശേഷിപ്പിക്കുകയും രാഹുൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം രാഹുൽ വാക്കുകളിൽ ഉറച്ചു തന്നെ നിൽക്കുകയും ചെയ്തു. സഭ ഏറെ നേരം പ്രക്ഷുബ്ധമായിരുന്നു. ചർച്ചയുടെ അവസാന നിമിഷം പി ബസന്ത് ചേരുന്നുണ്ട്. ബസന്ത്, അങ്ങനെ രൂക്ഷമായ വാദപ്രതിവാദങ്ങൾ ഇരുപക്ഷത്തു നിന്നും, അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ. രാഹുൽ ഗാന്ധി ഊന്നൽ നൽകിയത് ഏതൊക്കെ ആരോപണങ്ങൾക്കാണ്? പ്രധാനമന്ത്രി അടക്കം പേരെടുത്ത് വിശേഷിപ്പിച്ചുകൊണ്ട് കടന്നാക്രമണം നടത്തി. തിരിച്ച് ഭരണപക്ഷത്തു നിന്നുള്ള പോർവിളി എങ്ങനെയായിരുന്നു? പ്രതീക്ഷ, വനിതാ ബില്ല് അല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തുടങ്ങിയത്. ഇത് പിന്നാക്കക്കാരെയും ദളിതരെയും ന്യൂനപക്ഷങ്ങളെയും മറികടന്ന് അവരുടെ അധികാരം കവർന്നെടുക്കാനുള്ള നീക്കമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെന്നുള്ള രൂക്ഷ വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വന്നത്. മാത്രമല്ല, ഈ ബില്ല്, അതായത് യഥാർത്ഥ ബില്ല് 2023 തന്നെ അവതരിപ്പിച്ചതാണ്. ആ ബില്ല് നടപ്പാക്കുന്നതിന് സർക്കാർ മടിക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും രാഹുൽ ഗാന്ധിയുടെ ആരോപണം. മാത്രമല്ല, ജാതി സെൻസസ് മറികടക്കാനുള്ള നീക്കമാണ്. ജുഡീഷ്യറിയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ പിന്നാക്കക്കാരെയും ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് സർക്കാരിൻ്റെ മനോവാദമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അതിരൂക്ഷമായ വിമർശനം അഴിച്ചുവിട്ടത്. അതിനിടയിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയെ മജിഷ്യൻ എന്നുള്ള ഒരു പദത്തിൽ പരാമർശിച്ചതും വലിയ തോതിലുള്ള വിമർശനത്തിനും ബഹളത്തിനും വഴിവെച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മാജിക്കുകാരനെ പോലെയാണ്, അല്ലെങ്കിൽ കൺകെട്ട് വിദ്യക്കാരനെ പോലെ, ജാലവിദ്യക്കാരനെ പോലെയാണ്. കാര്യങ്ങൾ ബാലാക്കോട്ടിലും സിന്ദൂറിലുമുള്ള ഒരു മജിഷ്യനായിരുന്നു അദ്ദേഹം. ഇത്തരം കൺകെട്ട് വിദ്യകളാണ് ഇപ്പോൾ ഫലിക്കാതെ വരുന്നത് എന്നുള്ളതായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമായും പറഞ്ഞ് ഉദ്ദേശിച്ചത്. അതായത് ഒരു മജിഷ്യൻ പലതരത്തിലുള്ള വേലകൾ കാണിച്ചിട്ടും വിജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നുള്ള പരാമർശം ഭരണപക്ഷത്തെ വല്ലാതെ ചൊടിപ്പിക്കുകയും ചെയ്തു. വലിയ തോതിലുള്ള പ്രതിഷേധമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉയർന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത് രാഹുൽ ഗാന്ധി മാപ്പ് പറയണം, പ്രധാനമന്ത്രിയെയല്ല അപമാനിച്ചത്, രാജ്യത്തെ ജനങ്ങളെയാണ് അപമാനിച്ചത്, ജനങ്ങളാണ് പ്രധാനമന്ത്രിയെ തെരഞ്ഞെടുത്തത് എന്നുള്ളതായിരുന്നു രാജ്നാഥ് സിംഗിൻ്റെ വാദം. എന്നാൽ താൻ സൈന്യത്തെയല്ല വിമർശിച്ച, നിങ്ങളെയാണ് വിമർശിച്ചത്, രാജ്യത്തെ ജനങ്ങൾ എന്ന് പറയുന്നത് BJP അല്ല എന്നും രാഹുൽ ഗാന്ധി തിരിച്ചടിച്ചു. വലിയ വിമർശനങ്ങൾ തന്നെയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ചത്. പ്രത്യേകിച്ചും പിന്നാക്കക്കാരെ മറികടക്കാനുള്ള ഒരു നീക്കമെന്നുള്ള നിലയ്ക്കാണ് രാഹുൽ ഗാന്ധി ഈ വിഷയത്തെ കണ്ടത്. രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണത്തെ പാർലമെൻ്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവും വിമർശിച്ചു. അദ്ദേഹം പറഞ്ഞത്, പിന്നാക്ക സംവരണം കൊണ്ടുവരുന്ന ആ സമയത്ത്, അതിൻ്റെ ഭരണഘടനാപരമായ സംരക്ഷണം കൊണ്ടുവരാനുള്ള ആ സമയത്ത് എന്തുകൊണ്ടാണ് രാജ്യത്ത് കോൺഗ്രസ് എതിർത്തത് എന്നുള്ള കാര്യം വിശദീകരിക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പ്രധാന ആരോപണം. ഏതായാലും രാഹുൽ ഗാന്ധി പ്രസംഗം കഴിഞ്ഞ് സഭ വിട്ടിറങ്ങിയതിലും പ്രതിഷേധം BJPയുടെ ഭാഗത്തു നിന്ന് വന്നു. നിഷികാന്ത് ദൂബെയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണങ്ങൾ, വ്യക്തിപരമായ ആരോപണങ്ങൾ നിഷികാന്ത് ദൂബെ ഉന്നയിക്കുമെന്നുള്ള ഒരു സൂചനയാണുള്ളത്. അരമണിക്കൂറിന് ശേഷം വോട്ടിങ്ങിലേക്ക് പോകാനുള്ള സാധ്യത, അതല്ല മറ്റെന്തെങ്കിലും നീക്കം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമോ? സമിതിയിലേക്ക് വിടുന്നതടക്കമുള്ള അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? എന്താണ് ഇനി നമ്മൾ അരമണിക്കൂറിന് ശേഷം പ്രതീക്ഷിക്കുന്നത്? 4 മണിക്കാണ് വോട്ടിംഗ് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് 4 മണിക്ക് ഈ ബില്ലുകൾ, 3 ബില്ലുകൾ ഒന്നിച്ച് വോട്ടിനിടും. ഭരണഘടനാ ഭേദഗതി ബില്ല്, അതോടൊപ്പം ഡീലിമിറ്റേഷൻ ബില്ലും മറ്റു ബില്ലും ഒന്നിച്ച് വോട്ടിനിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ബില്ലുകൾ പാസ്സാവാനുള്ള സാധ്യതയില്ല. 185 വോട്ടുകൾ ലഭിച്ചാൽ ബില്ല് പരാജയപ്പെടും. അതായത് എതിരായിട്ട് 185 വോട്ടുകൾ ലഭിക്കുകയാണെങ്കിൽ ബില്ല് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം 181 വോട്ടുകൾ വരെ ഈ ബില്ല് അവതരണത്തിനെതിരെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്.
ഏതായാലും ബില്ല് പരാജയപ്പെടുമെന്നുള്ളത് ഉറപ്പായ ഒരു പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചയ്ക്ക് ഏകദേശം 2 മണിയോടുകൂടി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു അഭ്യർത്ഥന ഏറ്റവും അവസാനത്തെ ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത് മനസാക്ഷി വോട്ടിനാണ്. അതായത് എല്ലാ അംഗങ്ങളും മനസാക്ഷിക്കനുസരിച്ചിട്ട് വോട്ട് ചെയ്യണം. വനിതകൾക്ക് കാലങ്ങളായുള്ള ഒരു അവകാശം നിഷേധിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ വാദം. അപ്പോൾ എല്ലാവരും മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ വിപ്പിനെ മറികടന്നുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വിഷയത്തിൽ ഒന്നിച്ച് നിൽക്കണം, വനിതകൾക്ക് നീതി ഉറപ്പാക്കാൻ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഭരണഘടനാ ഭേദഗതി ബില്ലിന് സഭയിൽ ഹാജരാകുന്ന അംഗങ്ങളുടെ 53-2 ഭൂരിപക്ഷം വേണം. ഏതായാലും ഇന്നത്തെ സാഹചര്യത്തിൽ അത് ഉണ്ടാവില്ല എന്ന് BJPക്ക് ഉറപ്പാണ്. മറ്റ് 2 ബില്ലുകളുടെ കാര്യത്തിൽ, അതായത് ഡീലിമിറ്റേഷൻ ബില്ലിൻ്റെയും കേന്ദ്രഭരണ നിയമങ്ങളുടെ ഭേദഗതി ബില്ലിൻ്റെയും കാര്യത്തിലാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഭരണഘടനാ ഭേദഗതി ബില്ലിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ മറ്റ് 2 ബില്ലുകളും പരിഗണിക്കാനുള്ള സാധ്യതയില്ല. മാത്രമല്ല ഈ ബില്ല് രാജ്യസഭയിലേക്കും പോകാനുള്ള സാധ്യത അതോടെ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രതിപക്ഷം ഇന്ന് വരെ അല്ലെങ്കിൽ ഇപ്പോൾ വരെ ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. എല്ലാ പാർട്ടികളും, സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും RJD അടക്കമുള്ള എല്ലാ കക്ഷികളും ഇടതു പാർട്ടികളുമെല്ലാം തന്നെ ഈ ബില്ലിനെ എതിർത്താണ് സംസാരിച്ചിട്ട്. BJPയുടെയും NDAയുടെയും കക്ഷികൾ മാത്രമേ ഉള്ളൂ. 70 വോട്ട് കൂടി കിട്ടിയാൽ മാത്രമേ ഈ ഭരണഘടനാ ഭേദഗതി ബില്ല് മറികടക്കാൻ NDAക്ക് അല്ലെങ്കിൽ പാസ്സാക്കിയെടുക്കാൻ NDA കഴിയുകയുള്ളൂ. ഇന്നത്തെ സാഹചര്യത്തിൽ ആ 3-2 ഭൂരിപക്ഷത്തിന് ആവശ്യമായ 70 വോട്ടുകൾ അവരുടെ കൈവശമില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും.